നമസ്കാരം. സർക്കാർ ജീവനക്കാർ മാത്രം അറിയുന്നതിനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം എൻ്റെ മൊബൈലിൽ നിരവധി ആളുകൾ നിരവധി പ്രശ്നങ്ങൾ പറയാറുണ്ട്. പക്ഷേ അത് വാലും തുമ്പും ഇല്ലാതെയൊക്കെയാണ് പലരും പറയുന്നത്. അങ്ങനെയാണ് സാർ പ്രശ്നം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെയാണ് സാർ പ്രശ്നം, ഞങ്ങൾ ഇത്ര വർഷമായി ഞങ്ങൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിയില്ല, അരിയർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല, ഞങ്ങൾക്ക് പിന്നെ പേ റിവിഷൻ നടന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളാണ് സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ എൻ്റെ വാട്സപ്പിലും അതുപോലെ തന്നെ എന്നെ നേരിട്ടുമൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് കഥ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ സാർ ഞാൻ ഇന്നടത്ത് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് പെൻഷൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കഥ പറഞ്ഞു തുടങ്ങും. നമുക്ക് അപരിചിതമായ നമ്പർ ആയതുകൊണ്ട് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ എടുക്കുമ്പോൾ കഥ പറഞ്ഞു തുടങ്ങും. കട്ട് ചെയ്യുമ്പോൾ അവർക്ക് വിഷമവും വരുന്നു. അപ്പോൾ നിങ്ങളോടൊരു നിർദ്ദേശമുള്ളത്, ഇന്ന് മുതൽ മറ്റൊരു സെഗ്മെൻറ്റ് കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സെഗ്മെൻറ്റ് മറ്റൊന്നുമല്ല, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചും അർദ്ധ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചും ആ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ മുതൽ, വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റല്ല, ഔദ്യോഗികമായി വ്യക്തിപരമായ പ്രശ്നം. ഇപ്പം നമ്മൾ ഒരിക്കലൊരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു വനിതാ ജീവനക്കാരിയെ അവിടുത്തെ MD വല്ലാതെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്ത് രണ്ടാമത്തെ വീഡിയോ കൊണ്ട് MD മാറ്റി ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ് ആയിരുന്നു. നമ്മൾ 2 വീഡിയോ ചെയ്തതേ ഉള്ളൂ, ഗവൺമെൻറ് അവരെ മാറ്റി, ആ MD മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അവിടെ സമരമുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടല്ല മാറ്റിയത്, അവിടുത്തെ സമരവും കൂടെ ഉണ്ട്. പക്ഷേ അതിനെ ട്രിഗർ ചെയ്യാൻ നമ്മുടെ വീഡിയോയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഓഫീസുകളിലെ പ്രധാന പ്രശ്നങ്ങൾ, ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഓഫീസുകളുണ്ട്, ആവശ്യത്തിന് സ്റ്റാഫില്ലാത്ത ഓഫീസുകളുണ്ട്, പിന്നെ കെട്ടിടങ്ങളില്ലാത്ത ഓഫീസുകളുണ്ട്, അങ്ങനെ വളരെ മോശമായി നിൽക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെക്കുറിച്ച്, അതുപോലെ ചില വ്യക്തികൾ അവരുടെ സർവീസിൽ വലിയ ഫൈറ്റ് ചെയ്യുകയായിരിക്കും. ഒരു കാര്യമില്ലാത്ത കാര്യം, ആരുടെയെങ്കിലും ഒരു ഈഗോയോ ഒരു കോംപ്ലക്സിനോ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നവർ, കേസ് കൊടുത്ത് ഒന്നും വിധിയാവാത്തവർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി നിങ്ങൾ എനിക്കൊന്ന് അറിയിച്ചാൽ നമുക്കത് 1-2 സെഗ്മെൻറ്റ് ഒന്നിച്ച് കൊടുത്തുകൊണ്ട്, ഓരോ സെഗ്മെൻറ്റും ചിലപ്പോൾ 10 മിനിറ്റ് കൊടുക്കാൻ കാണില്ലായിരിക്കാം, പക്ഷെ 1-2-3 വിഷയം ഒരു ദിവസം കൊടുത്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അത് ചെയ്ത് അയച്ചു തന്നാൽ സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങളെ തന്നെ ഇതിനകത്ത് പ്രൊജക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മിനിറ്റുള്ള, ഒരു 3 മിനിറ്റുള്ള, 5 മിനിറ്റ് താഴെ, 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ആളുകൾ കാണില്ല ഇത്തരം ദുഃഖ കാര്യങ്ങളൊക്കെ. 5 മിനിറ്റ് താഴെയുള്ള വീഡിയോസ് എടുത്ത് അയച്ചാലും നമുക്കതും കൊടുത്തുകൊണ്ട് എൻ്റെ കമൻറ്റ് കൂടെ അതിനകത്ത് പറഞ്ഞ് നമുക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അതുപോലെ തന്നെ ഓരോ വിഭാഗം ആളുകളെ സംബന്ധിക്കുന്ന, പിന്നെ കുഞ്ഞൊരു കാര്യം പറയരുത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. വളരെ കോമണായി വരുന്ന കാര്യങ്ങൾ, കോമണായിട്ടുള്ള വിഷയങ്ങൾ ഏത് വിഭാഗം ആളുകളുടെ ആയാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കമൻറ്റ് ബോക്സ് ഞങ്ങൾ നോക്കിക്കോളാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നേരിട്ട് അയച്ചു തരുന്ന നമ്പറിൽ അയച്ചു തന്നാലും ഞങ്ങൾ ഇടും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അത് ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ഔദ്യോഗികമായ ദുഃഖങ്ങളാണ്. അത് നിങ്ങൾ എല്ലാ കുടുംബത്തിലെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നവും മക്കളെ പ്രശ്നവും അതൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഔദ്യോഗികമായി നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സർവീസ് പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് അറിയിച്ചാൽ തീർച്ചയായിട്ടും അത് സംബന്ധമായ ഒരു വീഡിയോ 1-2 നമ്മളൊരു ചില വിഷയങ്ങൾ ഒരു വീഡിയോയിൽ തീരില്ല, ആളുകൾ അത് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ 2-3 വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ ആദ്യം തുടക്കത്തിലൊരെണ്ണം ചെയ്യണമെങ്കിൽ കണ്ടൻറ്റ് വളരെ കൃത്യമായിരിക്കണം. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ് തരണം. കാരണം നമുക്ക് നാളെ കോടതി പോകാനും കേസ് പറയാനൊന്നും വയ്യ. അതുകൊണ്ട് വളരെ കൃത്യമായിരിക്കണം നിങ്ങൾ തരുന്ന ഡോക്യുമെൻറ്റുകൾ, ഒന്നും ഹൈഡ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ തരുന്ന ഡോക്യുമെൻറ്റിൽ പുറത്ത് കാണിക്കണമെന്ന് പറയുന്ന ഡോക്യുമെൻറ്റേ പുറത്ത് കാണിക്കരുത്. സാർ ഈ ഡോക്യുമെൻറ്റ് പുറത്ത് കാണിക്കരുത്, ഇല്ല വിവരം പറഞ്ഞാലും ഡോക്യുമെൻ്റ് ആസച്ച് പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ വീഡിയോയിൽ ഇടാന്ന് പറഞ്ഞാൽ എടുത്തില്ല നമ്മൾ. പിന്നെ സർക്കാർ ജീവനക്കാരിൽ അകത്തിരിക്കുന്നവർക്കും കറപ്ഷനെ സംബന്ധിച്ച്, അഴിമതിയുടെ വലിയ വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അകത്തിരിക്കുന്നവർക്കും പറയാൻ കാണും. നിങ്ങൾ സധൈര്യം അയക്കുക. ആരുടെ പേരും പുറത്ത് പറയണ്ടെങ്കിൽ അത് പുറത്ത് പറയുകയില്ല, സോഴ്സ് പറയുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഏറ്റവും നല്ല സുതാര്യമായ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ ശ്രമിക്കുന്നത്. അതിനുള്ള ആ ഒരു സൗകര്യം നിങ്ങൾ ഒരുക്കി തരണം. എല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കൂടെ അറിയിക്കുക. ഞങ്ങളത് കൃത്യമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്.